ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഞങ്ങൾ താമര നട്ടത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അപ്പം അതിൻ്റെ പൂവൊക്കെ ഉണ്ടായി. അതിൽ നിന്നും ട്യൂബർ വേർതിരിച്ചെടുക്കുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് ജസ്റ്റ് ഞങ്ങളൊരു ബെഡ് ഉണ്ടാക്കിയിരിക്കുകയാണ് ആ ട്യൂബർ ഒന്ന് പാകുവാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് ഒത്തിരി ഒന്നും വയ്ക്കുന്നില്ല, ഒന്ന് രണ്ടെണ്ണേ വയ്ക്കുന്നുള്ളൂ. ട്യൂബർ കൂടുതലുണ്ടായിരുന്നു. അത് ഒരു ബെഡ് ഉണ്ടാക്കി അതിനകത്ത് ചെളിയിട്ട് ആ ചെളി വെള്ളം ഒഴിച്ച് അതിനകത്ത് ലയിപ്പിച്ച് അതിനകത്ത് ഒരെണ്ണം വെച്ച് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. സക്സസ് ആകുമോയെന്ന് അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ വലിയ ബേസിനിൽ വെക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇത്തവണ ഇതിനകത്ത് ഒരെണ്ണം വെച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഇതുപോലെ ഒരു ബെഡ് ഉണ്ടാക്കുകയാണ്. ജസ്റ്റ് ഇതുപോലത്തെ ചെളി ഇതിനകത്ത് ചെളിയിട്ട് വെള്ളം നിറച്ച് ആ ചെളി അതിനകത്ത് ലയിപ്പിച്ച് അതിനകത്തൊരു ട്യൂബർ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞങ്ങളുടെ താമര ഞങ്ങൾ കിളിപ്പിച്ച ബേസിന്. ഇപ്പം പൂവൊക്കെ ഉണ്ടായി, അത് ഇലയൊക്കെ കരിഞ്ഞു. അപ്പോൾ നമ്മളുടെ ട്യൂബർ പാകമായിട്ടുണ്ട് എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അതിൻ്റെ വെള്ളമൊക്കെ പറ്റിച്ച് ഞങ്ങൾ കമത്തി നോക്കിയാണ് ട്യൂബർ എന്തോരം ഉണ്ടെന്ന്. അപ്പോൾ കമത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ ട്യൂബർ അടിയിലാണ് ഇതുപോലെ ഇരിക്കുന്നത്. കണ്ടോ, ഇത്രയും ട്യൂബർ ഉണ്ട് അതിനകത്ത്. ഇത് നമ്മൾ കണ്ടോ, ഇതുപോലെ വട്ടത്തിലാണ് അടിയിൽ ട്യൂബർ ഉണ്ടാകുന്നത്. ഇത് അത്യാവശ്യം ഉണ്ട്. കണ്ടോ, ഇത് നമ്മൾക്ക് ആ വേരിൻ്റെ ഓരോ വേര് നിർത്തി നമ്മൾക്കത് മുറിച്ചെടുക്കാവുന്നതാണ്. കണ്ടോ, ഈ വേര് ഇതുപോലെ വേര് നിർത്തിയിട്ട് നമ്മൾക്ക് മുറിച്ച് നടാൻ പറ്റും. ഇത്രയും ട്യൂബർ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരു ട്യൂബർ വെച്ച് കിളിപ്പിച്ചതാണ്. അതിനകത്ത് നമ്മൾക്ക് ഉണ്ടായി കഴിയുമ്പോൾ ധാരാളം തൈകൾ നമ്മൾക്ക് അതിനകത്തുനിന്ന് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ട്യൂബർ വേർതിരിച്ചപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കുകയാണ്. ഇതിപ്പം ഞങ്ങൾ ഇപ്പോൾ ആ ബെഡിലും അതുപോലെ തന്നെ ആ ബേസിനിലും ഒന്ന് രണ്ടെണ്ണം വയ്ക്കും. ബാക്കി ബേസിൻ തന്നെ ഒന്ന് രണ്ടെണ്ണം കൂടി വാങ്ങിച്ചിട്ട് വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. ബേസിനിൽ വയ്ക്കുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മൾക്ക് ഒന്ന് രണ്ട് പേര് നിർത്തി അല്ലെങ്കിൽ ഓരോ മുട്ടിനും വെച്ച് ഇതുപോലെ മുറിച്ച് മാറ്റി നമുക്ക് വേർതിരിച്ച് വയ്ക്കാവുന്നതാണ്. ഒരു ട്യൂബറിൽ നിന്ന് തന്നെ നമുക്ക് 8, 9 ഒരു ട്യൂബർ വെച്ച് നമ്മളതിനകത്ത് കിളിപ്പിച്ച് കഴിയുമ്പോൾ അത് ഇതുപോലെ പാകമായി കഴിയുമ്പോൾ ഒരു 8 ട്യൂബറെങ്കിലും നമ്മൾക്ക് അഡീഷണലായിട്ട് കിട്ടും. അപ്പം നമ്മൾക്ക് പിന്നെയും നമുക്കിതുപോലെ താമര വെച്ച് പിടിപ്പിക്കുവാനായിട്ട് സാധിക്കും. കണ്ടോ, അതിൻ്റെ ആ തണ്ടൊക്കെ ഉണങ്ങിയതൊക്കെ വെട്ടി മാറ്റുകയാണ്. എന്നിട്ട് നമ്മൾ ട്യൂബർ വേർതിരിച്ച് എടുക്കുകയാണ്. വേരുള്ള ഭാഗം ആണ് നല്ലത്. വേരില്ലാത്തത് ഇല്ല, എല്ലാത്തിനും തന്നെ വേരുണ്ട്, അടിയിലേക്ക് വേരുണ്ട്. അപ്പോൾ വേരുള്ള ഭാഗം നമ്മൾക്ക് 1 ഇഞ്ച് നീളത്തിൽ മുറിച്ച് എടുത്ത് നമ്മൾക്ക് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾക്ക് പിന്നെയും താമര പിടിപ്പിക്കാവുന്നതാണ്. നല്ല ഇതിൻ്റെ താമര പൂ ഉണ്ടായപ്പോൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. നല്ല മുഴുത്ത നല്ല പൂവാണ്. നല്ല ഇനം ട്യൂബറാണ് ഞങ്ങൾ വെച്ചിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതിന് ധാരാളം വിത്തുകളും കിട്ടി. ഇതുപോലെ പിന്നെയും നമ്മൾക്ക് താമരപ്പൂ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ താമരച്ചെടി ഉണ്ടാക്കാനായിട്ട് ധാരാളം ട്യൂബർ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനിയും ബേസിനിൽ ശരിക്കും പറഞ്ഞാൽ കുളമുണ്ടെങ്കിൽ കുളത്തിൽ വെക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ ബേസിനിൽ നമ്മൾക്ക് വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഏറ്റവും നല്ലത് ബേസിനിൽ വെക്കുന്നതായിരിക്കും. കണ്ടോ, ഇത്രയും ധാരാളം ട്യൂബറുണ്ട്. അപ്പോൾ അത് ട്യൂബർ വേർതിരിച്ചെടുത്തപ്പോഴും നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചതാണ്. ഈ മണ്ണ് പൊക്കി നോക്കിയായിരുന്നു. നമ്മുടെ താമരയിൽ നിന്നും കിട്ടിയ ട്യൂബർ. ഇത് ഞങ്ങൾ ഒരു ട്യൂബർ ഇതിനകത്ത് ഈ ചെളി ലയിപ്പിച്ചിട്ട് അതിനകത്ത് ഒരു ട്യൂബറിന്ന് വെച്ച് പരീക്ഷിച്ച് നോക്കുകയാണ്. അത് നന്നായിട്ട് കിളുത്ത് വരുമോ എന്നൊന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ട്യൂബർ ആ ചെളിയുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ താമര നട്ടിരുന്ന ആ ബേസിൻ തന്നെ ഉപയോഗിച്ച് അതിനകത്ത് അടിയിൽ ഇതുപോലെ ചെളിയും മണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടിയും ഒക്കെ കൂടി കലർത്തി അതിലും വെച്ച് ട്യൂബർ ഒരെണ്ണം വെച്ച് നിറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കിളിപ്പിച്ചെടുക്കാം. അങ്ങനെയും ഞങ്ങൾ ഒരെണ്ണം വയ്ക്കുന്നുണ്ട്.
ബാക്കി ട്യൂബർ ഞങ്ങൾ അതിനകത്ത് തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതുപോലെ ബേസിൻ വാങ്ങിച്ചിട്ട് ബേസിൽ വെക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയത് കൊണ്ട് ബാക്കി ട്യൂബർ ഞങ്ങൾ ചെളിവെള്ളത്തിൽ തന്നെ ഞങ്ങൾ കുഴിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ആ ഒരു ട്യൂബറിന് എത്ര തൈ നമുക്ക് കിട്ടിയെന്ന്. ഓക്കെ.